സംസ്ഥാന സർക്കാരിനെതിരെ പ്രതിഷേധം കടുപ്പിക്കുകയാണ് സ്വകാര്യ ബസ് ഉടമകളുടെ സംഘടന. പ്രിയദർശിനി പദ്ധതി സ്വകാര്യ ബസ് മേഖലയെ തകർക്കുന്നുവെന്നാരോപിച്ചാണ് ബസ് ഉടമകൾ തുടർ പ്രതിഷേധങ്ങളിലേക്ക് നീങ്ങുന്നത്. സ്വകാര്യ ബസ് ഉടമകളുടെ വീട്ടിലും സ്ത്രീകളുണ്ടെന്ന കാര്യം സർക്കാർ മറക്കുന്നുവെന്നും ബസ് ഉടമകളുടെ സംഘടന ആരോപിച്ചു. തെരഞ്ഞെടുപ്പ് വാഗ്ദാനം പാലിക്കാൻ വി.ഡി. സതീശൻ സർക്കാർ പൊതുജനം നികുതിയായി നൽകുന്ന പണത്തിൽ നിന്ന് കോടികൾ മുടക്കിയാണ് വനിതകൾക്ക് സൗജന്യ യാത്ര ഒരുക്കുന്നത്. പ്രിയദർശിനി പദ്ധതിയിൽ വനിതകൾ സൗജന്യ യാത്ര ചെയ്യുമ്പോൾ സ്വകാര്യ ബസ് മേഖലയെ സർക്കാർ തകർക്കുകയാണെന്നും സ്വകാര്യ ബസ് ഉടമകളുടെ സംഘടന ആരോപിച്ചു. ഈ മേഖലയിൽ പണിയെടുക്കുന്ന 55,000-ലധികം കുടുംബങ്ങളുണ്ട്. ഇവരുടെ വീടുകളിലും സ്ത്രീകളുള്ളതാണ്. സ്വകാര്യ ബസ് മേഖല തകരുമ്പോൾ ഇവരുടെ ജീവിതം കൂടിയാണ് പട്ടിണിയിലാകുന്നതെന്നും സ്വകാര്യ ബസ് ഉടമകളുടെ സംഘടനാ ഭാരവാഹികൾ പറഞ്ഞു. നമ്മുടെ കണക്കനുസരിച്ച് ഏതാണ്ട് 55,000 ബസ് ഉടമസ്ഥന്മാരും തൊഴിലാളികളും നമ്മുടെ ഒപ്പമുണ്ട്. ആ 55 കുടുംബങ്ങളുമുണ്ട് കേട്ടോ വനിതകൾ. ആ 55 കുടുംബത്തിൽ ഭാര്യയും മക്കളും അടക്കുന്ന ആവറേജ് 2-3 പേരെങ്കിലും വനിതകളായിരിക്കും. അവർക്ക് ബസ്സിൽ കയറി അവർക്ക് നമ്മുടെ ലാഭത്തിലാക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഈ പറയുന്ന ഈ 10,000 ബസ്സുകൾ നിന്നുപോയി കഴിയുമ്പോൾ പട്ടിണിയാകുന്ന 55,000-60,000 വനിതകൾ നമ്മുടെ കുടുംബങ്ങളിലുണ്ട് എന്ന് ഇവർ ശ്രദ്ധിച്ചിട്ട് പോകുന്നില്ല. സംസ്ഥാന സർക്കാർ സ്ത്രീകൾക്കായി നടപ്പാക്കിയ പ്രിയദർശിനി സൗജന്യയാത്രാ പദ്ധതി സ്വകാര്യ ബസ് മേഖലയ്ക്കുണ്ടാക്കിയ ബുദ്ധിമുട്ടുകൾ വിശദീകരിക്കുന്നതിനായി പെരുമ്പാവൂരിൽ പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ജില്ലാ കമ്മിറ്റി കൺവെൻഷനും സംഘടിപ്പിച്ചു. സ്വകാര്യ ബസ് ഉടമകളോടുള്ള സർക്കാർ നിലപാടിൽ ശക്തമായ പ്രതിഷേധവും ഇവർ രേഖപ്പെടുത്തി. ജനം, കൊച്ചി.